തൃശ്ശൂർ പൂരത്തിൻ്റെ മനോഹാരിതകളിലൊന്നാണ് ചമയ പ്രദർശനം എന്നുള്ളത്. ഈ ചമയ പ്രദർശനം കാണാനെത്തുന്ന മനുഷ്യരിൽ വലിയൊരു കൗതുകമുണർത്തും വിസ്മയം പടർത്തുന്നതൊക്കെയാണ് ചമയ പ്രദർശനം. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാം, ഈ വാർത്തയുടെ ഒപ്പം തന്നെ കാണാം. ഈ ചമയ പ്രദർശനം കൊണ്ട് എന്തുദ്ദേശിക്കുന്നു എന്നൊക്കെ സംഘാടകർ പറയട്ടെ. ഇത് കാണാൻ വന്ന ആളുകളുണ്ട്. എങ്ങനെയുണ്ട്? എവിടുന്ന് വരുന്നു? ഞങ്ങൾ തൃശ്ശൂർക്കാർ തന്നെയാണ്. എല്ലാ കൊല്ലം മുടങ്ങാതെ വന്ന് കാണുന്ന ആൾക്കാരാണ്. അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഫിലിമിലാണ് വർക്ക് ചെയ്യണത്. പേര്? നീതു. അപ്പം സ്ഥിരമായിട്ട് കാണാറുണ്ട്? എല്ലാ കൊല്ലം കാണാറുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണ? ഗംഭീരായി. പിന്നെ ചെറിയൊരു വിഷമം, മറ്റേ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതൊക്കെ മായ്ക്കുന്ന രീതിയിലൊക്കെ നമുക്കൊരു അല്ലേ? അതെ. ഞങ്ങളിപ്പോ തിരുവമ്പാടിയുടെ അവിടെ പോയി, ഇപ്പൊ അതേ പാറമേക്കാവിൽ വന്നിരിക്കുന്നു. അമ്മേ, എത്ര വർഷമായി? കുറെ വർഷമായില്ലേ കാണുന്നത്. എന്താ പേര്? ഞാനിവിടെ തൃശ്ശൂരിന്റെ ചുറ്റിപ്പറ്റി വളർന്ന രാജ്യത. എല്ലാ കൊല്ലം വരും. നമ്മൾ ഈ പുത്തമ്പള്ളിയുടെ അവിടേക്ക് ഞങ്ങളുടെ വീട്. അപ്പൊ ഞങ്ങളെല്ലാ കൊല്ലം വരാറുള്ളതാ. കുടുംബസമേതം വരും. കണ്ടിട്ട് ഇപ്പൊ സംഗതി അടിപൊളിയായി. പക്ഷെ ഒരു വിഷമമുണ്ട്. ആ വിഷമം തീർക്കാനാണല്ലോ ഇതൊക്കെ. അതാ നമുക്ക് അത് വല്ലാത്തൊരു മനോവിഷമം ഇല്ലേ? മക്കളെ എങ്ങനെയുണ്ട്? സ്ഥിരമായി കാണുന്നല്ലേ? എന്താ പേര്? അക്സ. സ്ഥിരമായി കാണുന്നതാണല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എന്ത് തോന്നി? വയ്യെങ്കിലും ഇത് മുടങ്ങാണ്ട് വരും രണ്ടുപേരും. വയ്യെങ്കിൽ ഇത് രണ്ടും കാണാണ്ട് പോരും. അമ്മാമ്മയ്ക്ക് വയ്യെങ്കിൽ ഇതിന് എന്തായാലും വരും. പൂരത്തിന് വരാൻ പറ്റില്ല ഇപ്പൊ അമ്മാമ്മയ്ക്ക്. എങ്ങനെ? പതൊക്കെ കയറിയിട്ട് വരിക. നമ്മുടെ നാടല്ലേ, വീടിൻ്റെ ഒക്കെ അടുത്താ. അപ്പൊ മോള് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവളെ എന്റെ കൂട്ടിക്കൊണ്ടുവരും എപ്പോഴും. വളരെ സന്തോഷമായി അല്ലേ? സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് അതായത് കേൾക്കുമ്പോ കയ്യും കാലം ഒന്നുമില്ല എന്നൊക്കെ കേൾക്കുമ്പോ എല്ലാം വിഷമമാണ് ഞങ്ങൾക്ക്. സംഘാടകരുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് പ്രധാനമായിട്ടും? ഞങ്ങള് ഏകദേശം ഡിസംബർ മാസത്തിൽ ഞങ്ങൾ സൂററ്റ് പോവും, തുണിയെടുക്കും. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡിസൈൻ ചെയ്യും. കുറേ തുണി അവിടെ നിന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരും. ബാക്കിയുള്ളത് തൃശ്ശൂർ വന്നിട്ട് ഡിസൈൻ ഇയാളൊക്കെ മെയിനാൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ തിരുപ്പൂർ പോയി പ്രിൻ്റ് അടിച്ചു കൊണ്ടുവരും. ഇക്കൊള്ളത്തെ ഏറ്റവും സവിശേഷ ഗുണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സാധനമാണ്. മണൽക്കുടകളാണിത്. തുണിയല്ല, അടിയിൽ തുണിയല്ല, പക്ഷേ മണലാണ് കംപ്ലീറ്റ് ആണ്. തൊട്ട് നോക്കി അറിയാം, നിങ്ങൾക്ക് തൊട്ട് നോക്കാം. അങ്ങോട്ടൊന്ന്. അതെ അതെ, ഇത് ഈ കാണുന്നത് ശരിക്കും മണലാണ്. യെസ്, ഓക്കെ. എങ്ങനെ? ആ വിഗ്രഹം ഉണ്ടല്ലോ, ഭഗവതിയുടെ വിഗ്രഹമാണ്. അത് അമേരിക്കൻ ഡയമണ്ടാണ്. ഇത് മൊത്തം ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിസ്റ്റേഴ്സ് അവരൊക്കെ ഫോട്ടോ മണലിൽ പ്രദർശിപ്പിക്കുന്ന ആളാണ്. എനിക്ക് എന്തൊക്കെ റെക്കോർഡും കാര്യങ്ങളുണ്ട്. ഇതാണ് അങ്ങോട്ട് ഡ്രസ്. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളിവിടെ ഒരു വെച്ച് കെട്ടണ പരിപാടിയായിരുന്നു. അത് മാറ്റി ഞങ്ങൾ മെഷും സ്റ്റാൻഡും ആക്കി. അതാണ്ട് ജനങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് കാണുവാൻ സൗകര്യമുണ്ട്. പിന്നെ നമുക്കെന്തൊരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ദുഃഖം മറക്കാനും കൂടിയാണല്ലോ പൂരം. തീർച്ചയായിട്ടും. ഇതൊക്കെ ഒരുക്കാൻ ഏകദേശം എത്ര ദിവസം എടുക്കുന്നുണ്ട് സാധാരണ? ഞങ്ങൾക്ക് ഇതിപ്പോൾ ഈ ചമയ കുടകളുടെ പണിയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഞങ്ങൾക്ക് ഒരു 2 ദിവസം മതി ഇത് ഒരുക്കാനും കഴിയില്ല. പക്ഷേ അതിൻ്റെ പണിക്കായിട്ട് നമുക്കൊരു 3-4 മാസം വേണ്ടി വരും എന്തായാലും. ശരിക്കും പൂരം പോലെ തന്നെ വളരെ പ്രധാനമാണ് ഈ ചമയ പ്രദർശനം അല്ലേ? ആളുകൾ കാണാൻ എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. തിരുവമ്പാടി ഒരു ദിവസമുള്ളൂ. നമ്മൾ അതിൻ്റെ തലേ ദിവസം മുമ്പേ തന്നെ. എന്നാലും തിരക്കിന് യാതൊരു കുറവുമില്ല. തിരക്കെല്ലാം പിന്നെ എല്ലാവരും ഇപ്പോൾ നാനാഭാഗത്തുള്ള ആളുകളും അത് പിറ്റേ ദിവസമാണ് സാധാരണ ചമയ പ്രദർശനം എന്നുകൊണ്ടാണ് വരുന്നത്. ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകളെല്ലാം വരുന്നത് ഫസ്റ്റ് ദിവസം സാധാരണ രീതിയിൽ. അതായത് പൂരത്തിന്റെ തലേ ദിവസം വരെയാണ് ഉണ്ടാവുക. പൂരത്തിന്റെ തലേ ദിവസം ബലമായിട്ട് ക്ലോസ് ചെയ്യാം. കാരണം ആള് ഒഴുക്ക് മാത്രമല്ല, പോലീസുകാർ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വരേണ്ടതാണ്, ഞങ്ങൾ വരേണ്ടതാണ്. അപ്പോൾ വയ്യാണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും. അങ്ങനെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങനെ ആയിട്ട് പോകണമുണ്ട്. ഈ പൂരത്തിൻ്റെ ഒരു വലിയ ചന്തമാണ് ഈ പറയുന്ന പോലെ ചമയ പ്രദർശനം എന്നുള്ളത്. വളരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിട്ടും കുതിരാത്ത എന്ന് പറയുന്നത് ഇതാ മണൽക്കൂടകളാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ ഡയമണ്ട് പതിച്ച ദേവി വിഗ്രഹം ഒക്കെയുണ്ട്. അങ്ങനെ ഉള്ള ഒരു സവിശേഷതകൾ നിറഞ്ഞ ഒരു പ്രദർശനമാണ്. അത് തിരുവമ്പാടിയായാലും പാറമേക്കായാലും അവരുടെ ഈ ചമയ പ്രദർശനങ്ങളിൽ ചില കൗതുകങ്ങൾ ഒളിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും കാണാൻ കഴിയും. അങ്ങനെ ആ മനോഹാരിത ആസ്വദിക്കാനെത്തുന്നവർ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇത് പൂരത്തലേന്ന് വരെ എല്ലാ പൂരത്തിനും കാണാൻ കഴിയും. ക്യാമറ പേഴ്സൺ ബിനിൽ നെടുമങ്ങാടിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.